നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ കാണുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും പരമാവധി സബ്സ്ക്രിപ്ഷനിലേക്ക് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അതുപോലെ തന്നെ ഈ ചാനലിൻ്റെ നിങ്ങൾ കാണുന്ന ഓരോ വീഡിയോയുടെയും തുടക്ക സ്ഥലത്ത് പരസ്യങ്ങൾ ലഭിക്കുന്നതിനുള്ള നമ്പർ വച്ചിട്ടുണ്ട്. ഒരു വാട്സപ്പ് നമ്പർ, ഗൂഗിൾ പേ നമ്പർ വച്ചിട്ടുണ്ട്. പരമാവധി ആളുകൾ, കേരളത്തിലെ സഹോദരന്മാർ ചെറിയ ചെറിയ തുകകൾ സംഭാവനകൾ അയച്ചു തരണം. കാരണം ഈ ചാനൽ സാമ്പത്തികമായി കൂടി മെച്ചപ്പെട്ട് പോയാൽ മാത്രമേ കൂടുതൽ പ്രൊഫഷണലാക്കുവാനും കൂടുതൽ ആളുകളെ നിയമിക്കുവാനും ഒത്തിരി കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഒരു ചാനലിൽ പരസ്യം ആവശ്യമുണ്ട്. ഞങ്ങൾക്ക് പരസ്യം കിട്ടുക എളുപ്പമല്ല. അതുകൊണ്ട് സാറ്റലൈറ്റ് ചാനലുകൾ അല്ലെങ്കിൽ വലിയ റീച്ചുള്ള ഒരുപാട് ആളുകളുള്ള സബ്സ്ക്രൈബേഴ്സൊക്കെ വേണം. അതുവരെ പരസ്യം കിട്ടാൽ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ജനങ്ങൾ നന്നായി, മഹാമനസ്കരായ ജനങ്ങൾ ഞങ്ങളെ സഹായിക്കണം. ഇന്നിപ്പോൾ ഒരുപക്ഷെ അവസാനമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഇനി പുതിയ പ്രശ്നങ്ങൾ വരുന്നത് വരെ അങ്കണവാടി വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ കൂടി ചെയ്യുകയാണ്. ഈ വീഡിയോ ശരിക്കും പറഞ്ഞാൽ അങ്കണവാടിക്കാരോടോ അല്ലെങ്കിൽ ഹെൽപ്പർമാരുടെയോ വർക്കർമാരുടെയോ പ്രശ്നങ്ങൾ പറയുക എന്നതിന് അപ്പുറം 1975 വേൾഡ് ബാങ്കിൻ്റെ കൂടി ലോക ബാങ്കിൻ്റെ കൂടി സഹായത്താൽ യൂണിസെഫിൻ്റെയൊക്കെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ കുട്ടികളുടെയും അമ്മമാരുടെയും ഗർഭിണികളുടെയും ഒക്കെ സമഗ്രമായ ആരോഗ്യത്തിനും സമഗ്രമായ ക്ഷേമത്തിനും വേണ്ടി വന്ന വലിയൊരു വിശാലമായ മനോജ്ഞ സുന്ദരമായ ഒരു പദ്ധതി അതിൻ്റെ വിശാലമായ അർത്ഥത്തിൽ നടപ്പിലാക്കണമെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് അഭ്യർത്ഥിക്കുവാനാണ് ഈ വിഷയം പറയുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും വിഹിതത്തിലാണ് ഈ പദ്ധതി ഓടുന്നത്. ആശാ വർക്കേഴ്സിന് ഇൻസെൻറ്റീവ് കൂട്ടിക്കൊടുത്തതുപോലെ കേന്ദ്ര സർക്കാർ നിർബന്ധമായും ഇവർക്ക് ഇൻസെൻറ്റീവ് കൂട്ടിക്കൊടുക്കേണ്ടതാണ്. കാലാനുസൃതമായ ഇൻസെൻറ്റീവ് എന്നതിന് പകരം ഓരോ വർഷവും നിശ്ചിത തുക, ഒരു ചെറിയ തുകയാണെങ്കിൽ പോലും ഓരോ വർഷവും നിശ്ചിത തുക കൂട്ടുന്ന രീതിയിൽ ഒരു ഇൻക്രിമെൻ്റ്, ആനുവൽ ഇൻക്രിമെൻ്റ് എന്ന, വാർഷിക ഇൻക്രിമെൻ്റ് എന്ന പുതിയ കൺസെപ്റ്റ് കൊണ്ടുവരേണ്ടതാണ്. അതിന് കേന്ദ്ര സർക്കാരിന് കഴിയും. രാജീവ് ചന്ദ്രശേഖറും BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ്. അദ്ദേഹവും അതുപോലെ തന്നെ 2 മന്ത്രിമാരുണ്ട്, സുരേഷ് ഗോപിയും ജോർജ് കുര്യനും. ഇവരുടെ സേവനം തീർച്ചയായും അംഗൻവാടിക്കാർ ഉപയോഗിക്കണം. എല്ലാവരും കൂട്ടായി ഒന്ന് ഡിമാൻഡ് ചെയ്ത് നരേന്ദ്രമോദിയുടെ അടുത്ത് ഈ വിഷയം എത്തിക്കേണ്ടതാണ്. അതുപോലെ കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയത്തിലും മന്ത്രിക്കും ഒക്കെ ഇതിൻ്റെ പരാതികളല്ല, അപേക്ഷകൾ, റിക്വസ്റ്റുകൾ കൊടുത്ത് ഒരു ഇൻസെൻറ്റീവ് കൂട്ടുന്നതിനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇവരെ കൊണ്ട്, അല്ലെങ്കിൽ മറ്റ് എംപിമാരെ കൊണ്ട്, കുറേ എംപിമാരുണ്ട്, അവരെ കൊണ്ട് ഇത് ചോദിപ്പിക്കുവാനുള്ള ഒരു ശ്രമം നടക്കട്ടെ. രണ്ടാമത് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടുന്ന ചില വിഷയങ്ങളുണ്ട്. ക്ഷേമനിധി ബോർഡിന് ആവശ്യമായ തുക കൊടുത്താൽ മാത്രമേ, ഇപ്പോൾ 20% തുക കൊടുക്കാനുണ്ട് സർക്കാർ. 20% തുക എന്നുള്ള മൊത്തം തുകയുടെ അല്ല, ആകെ അവർ വിതരണം ചെയ്യേണ്ടതിൻ്റെ 20% കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അത് മുടങ്ങിക്കിടക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും അംഗനവാടി വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും പണം കൊടുക്കാൻ, പെൻഷൻ പറ്റിയാൽ അവർക്ക് പൈസ കൊടുക്കുവാനുള്ള, തുക കൊടുക്കുവാനുള്ള ബുദ്ധിമുട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അടിയന്തരമായി മുഖ്യമന്ത്രിയും KN ബാലഗോപാൽ ധനമന്ത്രിയും ഈ വിഷയം ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. അതുപോലെ തന്നെ വീണ ജോർജ്, ഈ വനിതാ ശിശുക്ഷേമ മന്ത്രി എന്നുള്ള നിലയിൽ വീണ ജോർജിന് ഇതിന് വലിയ ഉത്തരവാദിത്വമുണ്ട്. നിങ്ങൾ ഒരു വനിത കൂടെയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ നാട്ടിലെ പത്തനംതിട്ടയിലെ ഒരു 4-5 അംഗൻവാടി നിങ്ങൾ സന്ദർശിക്കണം. കുറച്ച് സമയം അവിടെ ചെലവഴിച്ചാലും കുഴപ്പമില്ല. എങ്ങനെയാണിത് ഈ സംവിധാനം പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കി 66,000-ഓളം വരുന്ന അംഗനവാടി വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും നിങ്ങളുടെ സഹായം കൊടുക്കണം. അതുപോലെ 2022 സുപ്രീം കോടതി പ്രഖ്യാപിച്ചിട്ടുള്ളൊരു ഉത്തരവുണ്ട്. അത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആവേണ്ടതാണ്. എന്തുകൊണ്ടാവുന്നില്ല എന്ന് എനിക്കറിയില്ല. പക്ഷേ അത് ഗ്രാറ്റുവിറ്റി കൊടുക്കുവാൻ എല്ലാവർക്കും അവസാന ശമ്പളം വാങ്ങിച്ചതിൻ്റെ കണക്ക്, ഒരു റേഷ്യോ വെച്ചിട്ട്, ഒരു കണക്ക് വെച്ചിട്ട് അവർക്ക് ഗ്രാറ്റുവിറ്റി കൊടുക്കേണ്ടതാണ്. കൃത്യമായി ആ ഗ്രാറ്റുവിറ്റി കൊടുക്കണം. കാരണം 62 വയസ്സിൽ റിട്ടയർ ആകുന്ന ആളുകൾ, അല്ലെങ്കിൽ സർവീസിൽ നിന്ന് മാറുന്ന ആളുകൾ ഇപ്പോൾ 70-75 വയസ്സൊക്കെ ആയി വീടുകളിലുണ്ട്. അപ്പോൾ അവർക്കൊരു തുക കിട്ടിയാൽ അവരുടെ ഒരുപാട് കാര്യങ്ങൾക്ക് സഹായകമായിരിക്കും. അതുപോലെ തന്നെ പാസ്ബുക്ക് ICDS സൂപ്പർവൈസർമാരോ CDPOമാരോ വാങ്ങിച്ചു വയ്ക്കുന്നൊരു കാര്യമുണ്ട്. അത് നിർബന്ധമായും അടിയന്തരമായി അത് അവർക്ക് വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും തിരിച്ചു കൊടുക്കേണ്ടതും എല്ലാ മാസവും നിശ്ചിത തീയതിക്കകത്ത് അവർക്കുള്ള ക്ഷേമനിധി വിഷയം വയ്ക്കേണ്ടതുമാണ്, അത് എഴുതേണ്ടതുമാണ്. അതുപോലെ തന്നെ 300ഓളം വരുന്ന ആളുകൾക്ക് അവർ 6 മാസത്തിൽ കൂടുതലോ ലീവ് എടുത്തതിൻ്റെ ഫലമായി ക്ഷേമനിധി കട്ടായതുകൊണ്ട് അവർക്ക് പെൻഷൻ കിട്ടുന്നില്ല. ഈ പ്രശ്നത്തിൻ്റെ ഫയൽ ധനകാര്യ വകുപ്പിലുണ്ടെന്നാണ് ക്ഷേമനിധി ബോർഡ് ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഫയൽ അടിയന്തരമായി
അംഗനവാടി വർക്കർമാരും ഹെൽപ്പർമാരും നിങ്ങളുടെ നാട്ടിലെ MLA മാർ വഴി, മന്ത്രിമാർ വഴി, അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വഴി, അല്ലെങ്കിൽ അവിടുത്തെ CPM-ൻ്റെ നേതാക്കൾ വഴി നിങ്ങൾ തീർച്ചയായിട്ടും CPM-ൻ്റെ നേതാവ് ഞാൻ പറയാൻ കാരണം ഭരിക്കുന്നത് അവരായതുകൊണ്ടാണ്. നേതാക്കൾ വഴി അല്ലെങ്കിൽ മറ്റു നേതാക്കൾ വഴി പോയാൽ അതിനൊരു ബലം കുറയും. നേതാക്കൾ വഴി കൃത്യമായി ഗവൺമെൻറ് ധനകാര്യ വകുപ്പിലും KN ബാലഗോപാലിൻ്റെ വകുപ്പിലും അതുപോലെ തന്നെ വീണ ജോർജിൻ്റെ വകുപ്പിലും ഒന്ന് ഫോളോ അപ്പ് ചെയ്താൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലം ജില്ലക്കാർക്ക് അത് കഴിയും. അത് ഫോളോ അപ്പ് ചെയ്താൽ 300 പേർക്ക് ആ പെൻഷൻ കിട്ടും. പിന്നെ വരുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് പീഡനം, അത്ര കുറേ കാര്യങ്ങളൊക്കെ പറയുന്നു. വർക്കർ പിന്നെ ഹെൽപ്പർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾക്ക് മൊബൈൽ ഫോൺ വളരെ വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങി തന്നതാണ്. അടിയന്തരമായി നല്ല മൊബൈൽ ഫോണുകൾ, ടച്ച് സ്ക്രീനുള്ള മൊബൈൽ ഫോണുകൾ വാങ്ങി കൊടുക്കണം. പിന്നെ നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളുണ്ട്. ഈ ആനുവൽ ഇൻക്രിമെൻറ്റിൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞു. കേന്ദ്ര ഗവൺമെൻറ് ആനുവൽ ഇൻക്രിമെൻറ്റ് കൂട്ടും പോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റും ആനുവൽ ഇൻക്രിമെൻറ്റ് കൂട്ടണം. പിന്നെ നിങ്ങൾക്ക് മെഡിക്കൽ ഇൻഷുറൻസ്, പ്രസവ ആനുകൂല്യം, കുട്ടികൾക്ക് പഠിക്കാനുള്ള ആനുകൂല്യം, കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്പോർട്ട് സംവിധാനത്തിൽ യാത്ര ചെയ്യുവാനുള്ള ഒരു സൗജന്യ കാർഡ് ഒരു 50% തന്നാലും മതി, മൊത്തം തരണമെന്നില്ല. അങ്ങനെയൊക്കെ ഉള്ള നിങ്ങൾക്ക് ശമ്പളത്തിന് പുറമെ, ശമ്പളമല്ല ഇൻസെൻറ്റീവിന് പുറമേ തരാൻ കഴിയുന്ന മറ്റ് ആനുകൂല്യങ്ങൾ എന്തെല്ലാം തരാൻ കഴിയുമോ അതെല്ലാം തരുന്നതിനുള്ള ഒരു സംവിധാനം ഉണ്ടാകണം. അതുപോലെ 1000, 1500, 2000 രൂപ പെൻഷൻ വാങ്ങുന്നവർക്ക് മറ്റ് സാമൂഹ്യക്ഷേമ പെൻഷനുകൾ വാങ്ങാനുള്ള വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ, അങ്ങനെ ഒരുപാട് പെൻഷനുകളുണ്ട് നമ്മുടെ നാട്ടിൽ. അത് വാങ്ങാനുള്ള ഒരവസരം കൂടി സർക്കാർ കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം പ്രധാനമന്ത്രിയോടും അതുപോലെ കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രിയോടും സംസ്ഥാന വനിതാ ശിശുക്ഷേമ മന്ത്രിയായ വീണ ജോർജിനോടും അതുപോലെ ധനകാര്യമന്ത്രിയായ KN ബാലഗോപാലിനോടും വിശിഷ്യ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോടുമുള്ള അഭ്യർത്ഥനയാണ് ഇത്. ഇവിടുത്തെ CITU അടക്കമുള്ള AITUC, CITU, BMS, INTUC തുടങ്ങിയ ഒരുപാട് സംഘടനകൾ അംഗൻവാടിക്കാർക്കുണ്ട്. എല്ലാ സംഘടനാ നേതാക്കളും ഇത് ഗൗരവമുള്ള വിഷയമായി എടുത്ത് ഇവരുടെ പ്രശ്നം പരിഹരിക്കണമെന്നാണ് സുഭാഷിതം ചാനലിൻ്റെ ടീമിന് വേണ്ടി ഞങ്ങൾക്ക് ഈ പൊതുസമൂഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്. കൂടെയുണ്ട് കടൽ താണ്ടുവോളം.